കഴിഞ്ഞ ദിവസമാണ് നാഗചൈതന്യയുടെ മുൻ ഭാര്യയും നടിയുമായ നടി സാമന്ത റൂത്ത് പ്രഭുവും സംവിധായകൻ രാജ് നിതിമുരുവും വിവാഹിതരായത്. കോയമ്പത്തൂരിലെ ഇഷായോഗ സെന്ററിലെ ലിംഗഭൈരവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. കഴിഞ്ഞ 1 വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവത്രേ. ഈ ഒരു അവസരത്തിൽ നാഗചൈതന്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ചോ സാമന്തയെക്കുറിച്ചോ പരാമർശമൊന്നുമില്ലാതെ കലയോടുള്ള ആത്മാർത്ഥതയെക്കുറിച്ചാണ് നാഗചൈതന്യ കുറിച്ചിരിക്കുന്നത്. 2 വർഷം മുൻപ് നാഗചൈതന്യ നായകനായി ദൂത എന്ന പേരിലുള്ള വെബ് സീരീസ് പുറത്തു വന്നിരുന്നു. ഈ ആമസോൺ പ്രൈമിൽ വന്ന ഈ വെബ് സീരീസ് മികച്ച അഭിപ്രായമാണ് സ്വന്തമാക്കിയത്. ഇതേക്കുറിച്ചായിരുന്നു താരത്തിന്റെ കുറിപ്പ്. ഈ സീരീസിൽ നിന്നുള്ള ചിത്രവും നാഗചൈതന്യ കുറിപ്പിനൊപ്പം ചേർത്തിട്ടുണ്ട്. കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു അഭിനേതാവ് എന്ന നിലയിൽ സർഗാത്മകതയിലും സത്യസന്ധതയിലും ഊന്നി ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയും അതിൽ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നൽകുകയും ചെയ്താൽ പ്രേക്ഷകർ അത് സ്വീകരിക്കുമെന്ന് ദൂത തെളിയിച്ചു. അവർ അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ആ ഊർജം നിങ്ങൾക്ക് തിരികെ നൽകുകയും ചെയ്യും. നന്ദി. ദൂതയുടെ 2 വർഷങ്ങൾ. ഇത് യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ച മുഴുവൻ ടീമിനും സ്നേഹം. നിരവധി പേരാണ് നടന്റെ പോസ്റ്റിന് പ്രതികരണം അറിയിച്ചെത്തിയത്. ഒരു വജ്രത്തെ നഷ്ടപ്പെടുത്തിയതിനു ശേഷം എന്നാണ് അതിൽ വന്ന ശ്രദ്ധേയമായ ഒരു കമന്റ്. ജീവിതത്തിൽ ഇപ്പോൾ പ്രധാനം കരിയറാണെന്ന് നാഗചൈതന്യ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് എന്നാണ് പല ആരാധകരും അഭിപ്രായപ്പെട്ടത്. നാഗചൈതന്യയോട് ഒരുപാട് ബഹുമാനം തോന്നുന്നുവെന്നും കമന്റുകളുണ്ട്. ഒരു കാലത്ത് തെലുങ്ക് സിനിമയിലെ സ്വപ്ന ജോഡികളായിരുന്നു സാമന്തയും നാഗചൈതന്യയും. 2017 വിവാഹിതരായെങ്കിലും 2021 ഇരുവരും വേർപിരിഞ്ഞു. നാഗചൈതന്യ പിന്നീട് നടി ശോഭിത ധൂലിപാലയെ വിവാഹം ചെയ്തു. ഒടുവിലിപ്പോൾ സാമന്ത രാജ് നിതിമുരുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരിക്കുന്നു. രാജ് ആൻഡ് DK എന്ന പേരിൽ സുഹൃത്ത് കൃഷ്ണ ദസറക്കൊത്തപ്പള്ളിയുമായി ചേർന്ന് സംവിധാനം ചെയ്ത സിനിമകളിലൂടെയാണ് രാജ് പ്രശസ്തനായത്. 2002 പുറത്തിറങ്ങിയ ഷാദി.com എന്ന ഹ്രസ്വചിത്രത്തിലൂടെ സംവിധായകരായി. ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന ഫ്ലവേഴ്സ് ആണ് ആദ്യ മുഴുനീള ചിത്രം. 2009 99 എന്ന പേരിൽ ആദ്യ ഹിന്ദി ചിത്രം. ഷോർ ഇൻ ദ സിറ്റി, ഗോ ഗോവ ഗോൺ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയരായി. 2018 പുറത്തിറങ്ങിയ രാജ്കുമാർ റാവു ശ്രദ്ധ കപൂർ ചിത്രം ശ്രീയുടെ കഥയും തിരക്കഥയും ഒരുക്കി. നിർമ്മാണത്തിലും പങ്കാളികളായി. തുടർന്നങ്ങോട്ട് ഇരുവർക്കും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2019 ദ ഫാമിലി മാൻ എന്ന വെബ് സീരീസ് സംവിധാനം ചെയ്തു. ദ ഫാമിലി മാൻ 2ാം സീസണിൽ സാമന്ത പ്രധാന വേഷത്തിലെത്തിയിരുന്നു. ഇതിനിടെയാണ് ഇരുവരും ആദ്യമായി കാണുന്നത്. വിജയ് സേതുപതിയും ഷാഹിദ് കപൂറും പ്രധാന വേഷത്തിലെത്തിയ ഫർസി, സിറ്റഡൽ, ഹണി ബണ്ണി, ഗൺസ് ആൻഡ് ഗുലാബ്സ് എന്നീ ചിത്രങ്ങൾ രാജ് ആൻഡ് DK കൂട്ടുകെട്ടിനെ കൂടുതൽ ഉയരങ്ങളിലെത്തിച്ചു. 2015 രാജ് സംവിധായകയും എഴുത്തുകാരിയുമായ ശ്യാമിലി ഡേയെ വിവാഹം ചെയ്തത്. 2022 ഇരുവരും വേർപിരിഞ്ഞു. സിറ്റഡലിന് പിന്നാലെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്.